ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. യദൃച്ഛയാ ച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഹേ അർജുന, യാദൃച്ഛികമായി വന്നുചേർന്നതും സ്വർഗപ്രാപ്തിക്ക് കാരണവുമായ ഇതുപോലുള്ള ധർമ്മയുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. എന്തെന്നാൽ സ്വർഗകവാടം അവർക്കു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല, അത് നരകജീവിതത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞ അർജുനൻ്റെ നിലപാടിനെ തള്ളിക്കളയുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ക്ഷത്രിയൻ്റെ ധർമ്മം പ്രജകളെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. ശ്ലോകം 33. അധ ചേത്തുമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അധ ചേത്തും ഇദം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അധ ചേത്തുമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഈ യുദ്ധം നീ ചെയ്യുന്നില്ലെങ്കിൽ സ്വധർമ്മത്തെയും കീർത്തിയെയും കളഞ്ഞ് നീ സമ്പാദിക്കുന്നത് പാപം മാത്രമായിരിക്കും. യുദ്ധവീരനെന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ ക്ഷത്രിയനെന്ന നിലയിൽ തൻ്റെ കടമ നിറവേറ്റാത്ത കാരണം ഇതുവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. തനിക്ക് നരകത്തിലേക്കുള്ള വഴിയൊരുക്കലാവും അത്. ക്ഷത്രിയധർമ്മം നിറവേറ്റാത്തത് കൊണ്ടാണ് നരകം പോകേണ്ടി വരുന്നത്. ശ്ലോകം 34. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. അകീർത്തിം ച അപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ച അകീർത്തി മരണാത് അതിരിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. മാത്രമല്ല സകല ജനങ്ങളും നിന്നെപ്പറ്റി അപകീർത്തി പറഞ്ഞു പരത്തും. അഭിമാനിക്ക് അപകീർത്തി മരണത്തേക്കാൾ കഷ്ടതരമാണ്. കൃഷ്ണൻ പറയുകയാണ്, അർജുന, പോരിനു മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരുവെന്ന് വിളിക്കപ്പെടും. യുദ്ധകളത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. നിനക്ക് ദുഷ്പേരുണ്ടാകും. ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്.
നിന്നെപ്പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് അപകീർത്തി മരണത്തേക്കാൾ കഷ്ടമാണ്. ഇതാണ് ഭഗവാന്റെ ഉപദേശം. ഹരി ഓം.